Good morning, dear students. So, after a short break, we are again continuing with the same chapter, that is Dvivraniya Chikitsa Adhyaya, the 25th chapter of Chikitsa Sthana of Charaka Samhita. So, before that, hoping that every one of you have written properly or nicely examination, I have kept two questions. One is from Visarpa Adhyaya, Visarpa Chikitsa, and one is from Visha Chikitsa. Hoping that everyone have written properly. So coming to Dvivraniya Chikitsa, that is 25th chapter, and soon after Madata Chikitsa, it has been kept, or after the Madata Chikitsa, the Dvivraniya Adhyaya has been kept by Acharya Charaka. Why it has been kept means, we have already discussed that the Madatya may cause injury or Madatya may lead to violence. So after violence, there is a chance for occurring Vrana or ulcer, or the alcoholism or Madatya itself will cause a injury to the person. So that is why after Madatya the Dvivraniya Chikitsa has been kept. And why the Dvivraniya chapter, the name itself comes means Dvivraniya, the two types of Vrana. The mainly Vrana is classified to two, that is Nija and Agandu. So ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിലാണ് വ്രണത്തിനെ രണ്ടായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് നിജ ആഗന്തു, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ടാണ് ദ്വിവ്രണീയമായിട്ട്, അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിന് ദ്വിവ്രണീയം എന്ന് പേരിട്ടിരിക്കുന്നത്. സോ ദിസ് ക്ലാസ് വി ആർ മൂവിങ് ഇൻ ടു സർട്ടൻ പോർഷൻസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് 20 ടൈപ്സ് ഓഫ് വ്രണ. ഈ ചരകസംഹിത നിങ്ങളുടെ നമ്മുടെ കുഹാസിൻ്റെ ടീച്ചിങ് മാനുവൽ പ്രകാരം ഈ ശ്ലോകത്തിൻ്റെ മീനിങ് മാത്രം മതി. ബട്ട് നെക്സ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സുശ്രുത സംഹിതയിലൊക്കെ പഠിക്കാം, വ്രണം ഒരു ശ്ലോകം എക്സ്ക്ലൂഡ് ചെയ്യാതെ പഠിക്കേണ്ടി വരും. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് സുശ്രുതത്തിൽ വരുമ്പോൾ. നെക്സ്റ്റ് ഇയർ നിങ്ങൾ ശല്യതന്ത്രം പഠിക്കുമ്പോൾ. സോ ഈ ഒരു എപ്പോഴും ഞാൻ പറയാം, ദ്വിവ്രണീയ അധ്യായത്തിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ വൈവക്കൊക്കെ നിങ്ങൾക്ക് ആൻസേഴ്സ് അല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം. ബിക്കോസ് എന്താ വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ ഞാൻ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ് ഐ ഹാവ് ഡിസ്കസ്ഡ് വിത്ത്, ഓർ ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് ദിസ് ഈസ് എ exclusive chapter for Charaka Samhita. Like means Charaka Samhita is mainly concerned with general medicine, but this is Vrana is nothing but it can be considered, or it is dealt with, or means surgeons. സർജന്മാരാണ്, അല്ലെങ്കിൽ സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ആണ് വ്രണത്തിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ അസുഖത്തിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷേ ഇവിടെ ചരകൻ നമ്മളെപ്പോഴും പഠിച്ചിരിക്കുന്നത് ചരകൻ ജനറൽ മെഡിസിനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും ഈ ഒരു സംഭവം, ഈ ഒരു വ്രണം എന്ന് പറയുന്ന ഒരു ശല്യ ആസ്പെക്റ്റുള്ള സാധനത്തിനെ, ശല്യ ആസ്പെക്റ്റുള്ള ഡിസീസിനെയാണ് ഇവിടെ ആചാര്യൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ചരകൻ വ്രണം പറയുമ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ചരകൻ എപ്പോഴും ജനറൽ മെഡിസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ഒരു വ്രണം ഒരു സർജിക്കൽ ആസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. സോ ഇവിടെ വരുന്ന 20 ടൈപ്സ് ഓഫ് വ്രണ. കൃത്യോ അകൃത്യസ്തത, ദുഷ്ടോ അദുഷ്ടോ മർമ്മസ്ഥിതോ നച, സംവൃതോ ദാരുണഃ, ശ്രാവി സവിഷോ വിഷമസ്ഥിതഃ, ഉത്സംഗി ഉത്സന്ന ഏഷാം ച വ്രണാൻ വിദ്യാത് വിപര്യാത് ഇതി നാനാത്വഭേദന നിരുക്ത വിംശതിർവ്രണാഹ. സോ വിംശതിർവ്രണ, 20 ടൈപ്സ് ഓഫ് വ്രണ. ഇത് സുശ്രുതത്തിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഇയർ ശല്യത്തിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ടൈപ്സ് ഓഫ് വ്രണ. സോ ഇവിടെ അക്കോർഡിംഗ് ടു ചരക 20 ടൈപ്സ് പറയുന്നുണ്ട്, വിംശതിർവ്രണ. സോ എന്തൊക്കെയാണ്? കൃത്യ, അകൃത്യ, ദുഷ്ട, അദുഷ്ട, മർമാസ്ഥിത, അമർമാസ്ഥിത, സംവൃത, വിവൃത, ദാരുണ, അദാരുണ, സാവി, അശ്രാവി, സവിഷോ, നിർവിഷ ഓർ അവിഷ, വിഷമസ്ഥിത, സമസ്ഥിത, ഉത്സംഗി, അനത്സുംഗി, ഉത്സന്ന, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അനുത്സന്ന. സോ ഇതിൻ്റെയൊക്കെ വിദ്യാത് വിപര്യാത്, അതായത് വിപരീതങ്ങളായിട്ട് ഇവിടെ ആചാര്യം കുറച്ച് കാര്യങ്ങൾ ആകെ പറഞ്ഞ കൃത്യവും അകൃത്യവും ദുഷ്ടവും അദുഷ്ടവും മാത്രമാണ് നമുക്ക് ഓപ്പോസിറ്റ് തന്നുള്ളൂ. ബാക്കിയുള്ള കാര്യത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വ്രണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് നമുക്ക് കൃത്യ മീൻസ് ക്യൂറബിൾ, ക്യാൻ ബി ട്രീറ്റഡ് വിത്ത് സർജിക്കൽ ഇൻ്റർവെൻഷൻ. അകൃത്യ നോട്ട് റിക്വയറിങ് ഇൻ സർജിക്കൽ ഇൻ്റർവെൻഷൻസ്. ദുഷ്ട ഇൻഫെക്റ്റഡ്, നമുക്കൊരു വ്രണം വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് തോന്നാം അതൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അദുഷ്ട നോൺ ഇൻഫെക്റ്റഡ്. മർമാസ്ഥിത സിറ്റുവേറ്റഡ് ഇൻ വൈറ്റൽ പാർട്സ്. അമർമാസ്ഥിത നോട്ട് സിറ്റുവേറ്റഡ് ഇൻ വൈറ്റൽ പാർട്സ്. സംവൃത ക്ലോസ്ഡ്, വിവൃത ഓപ്പൺ. ദാരുണ ഹാർഡ്, അദാരുണ സോഫ്റ്റ്. ശ്രാവി ഡിസ്ചാർജിങ്, അശ്രാവി നോൺ ഡിസ്ചാർജിങ്. സവിഷ പോയിസണസ്, അവിഷ നോൺ പോയിസണസ്. ഇവിടെ സവിഷോ അവിഷം മീൻസ് വെച്ച് കഴിഞ്ഞാൽ വ്രണം പോയിസൺ കൊണ്ട് ഉണ്ടാകുക, ഒരു പോയിസൺ എഫക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പോയിസൺ ആയിട്ടുള്ള ഒരു മുള്ളോ തോണോ കൊണ്ടോ നമ്മുടെ കൈ മുറിച്ചിട്ട് ഒരു വ്രണം വന്നു കഴിഞ്ഞാൽ അത് സവിഷമാണ്. ഇനിയൊരു അല്ലെങ്കിൽ ചെറിയൊരു വിഷമല്ലാത്തൊരു തോണ് കൊണ്ട് അല്ലെങ്കിൽ എന്തോ കമ്പ് കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ നമുക്കുള്ള വ്രണം ഉണ്ടാകുന്നതിനെ നമ്മൾ അവിഷം ഓർ നിർവിഷം എന്ന് പറയും. വിഷമസ്ഥിത അൺഈവൻലി ലൊക്കേറ്റഡ്. സമസ്ഥിത ഈവൻലി ലൊക്കേറ്റഡ്. ഉത്സംഗിന അൾസസ് ഹാവിങ് തിക്ക് ബോർഡേഴ്സ്. അനുത്സംഗിന അൾസസ് ഹാവിങ് തിൻ ബോർഡേഴ്സ്. ഉത്സന്ന എലിവേറ്റഡ്, അനുത്സന്ന ഡിപ്രസ്ഡ്. സോ ഇങ്ങനെയാണ് 20 ടൈപ്സ് ഓഫ് വ്രണം പറയുന്നത്. ഇവിടെ തന്നെ
ചക്രപാണി ദത്ത കമൻട്രി പറഞ്ഞിട്ടുണ്ട്. സുശ്രേതു തത്ര അതിസംവൃതോ അതിവിവൃത. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചരകം പറയുന്ന സമയത്ത് ഇവിടെ പറഞ്ഞത് സംവൃതം വിവൃതം എന്ന് പറയുന്നുള്ളൂ. സംവൃതം മീൻസ് ഓപ്പൺ, സംവൃതം മീൻസ് ക്ലോസ്ഡ് ആൻഡ് വിവൃത മീൻസ് ഓപ്പൺ. പക്ഷേ സുശ്രം പറയുമ്പം അതിസംവൃത അതിവിവൃത, എക്സസീവ്ലി ക്ലോസ്ഡ് എക്സസീവ്ലി ഓപ്പൺ എന്ന് പറയുന്ന സാധനം പറയുന്നുണ്ട്. ബിക്കോസ് സുശ്രുതനാണ് വ്രണത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് സൂക്ഷ്മമായിട്ട് സുശ്രുതനാണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ചക്രപാണി ഇതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് മീൻ ചെയ്യുന്നത്. സോ മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ. ഈ മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ നമ്മൾ അഷ്ടാംഗൃതം സൂത്രസ്ഥാനം ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദർശന സ്പർശ പ്രശ്നെ പരീക്ഷിതേച്ച രോഗനിദാന പ്രാഗൃഹ ലക്ഷണ ഉപശയ ആപ്തിവിഹി. ഇങ്ങനെ നമ്മൾ പഠിച്ചപ്പം ചരകൻ എവിടെയാണ് മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വ്രണചികിത്സയിലാണ്. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് എവിടെയാണ് എക്സാമിനേഷൻ, മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത്. ഡിസീസിനെയും രോഗിയെയും എങ്ങനെ എക്സാമിൻ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് ദശവിധ പരീക്ഷ ഭാവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരു എക്സാമിനേഷൻ, ത്രിവിധ എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്ന, ത്രിവിധ പരീക്ഷ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ദ്വിവ്രണീയ ചാപ്റ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ മെത്തേഡ് പറയുന്നത് കൊണ്ട് ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തൊക്കെയാണത്? ദർശന പ്രശ്നസ്പർശൈഹി പരീക്ഷാ ത്രിവിധാ സ്മൃതാഹ വയോവർണ്ണ ശരീരാണാം ഇന്ദ്രിയാണാം ച ദർശനാത് ഹേതു അർത്ഥി സാത്മ്യ അഗ്നിബലം പരീക്ഷ്യം വചനാത് ബുധൈഹി സ്പർശാൻ മാർദ്ദവ ശൈത്യേച്ച പരീക്ഷ സവിപര്യേ. സോ ഒരു രോഗത്തിനെ അല്ലെ രോഗിയെ നമുക്കല്ല രോഗത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് 3 രീതിയിലാണ്. ദർശന പ്രശ്ന സ്പർശ. ദർശനം നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ട്, പ്രശ്നം നമ്മൾ ഇൻട്രോഗേഷൻ അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട്, പിന്നെ സ്പർശ മീൻസ് എക്സാമിനേഷൻ നമ്മൾ ടച്ച് ചെയ്ത് എക്സാമിൻ ചെയ്യുക. ഇതിന് ഇങ്ങനെയാണ് 3 മെത്തേഡ്സ് ത്രിവിധ പരീക്ഷ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ദർശനങ്ങൾ ഇൻസ്പെക്ഷൻ എവിടെയൊക്കെ നമുക്ക് വയോ വർണ്ണ ശരീരാണാം ഇന്ദ്രിയാണാം ച ദർശനാത്. വയ ഏജ്, വർണ്ണ കളർ, ശരീരാണാം ഫിസിക്ക്, ഇന്ദ്രിയാണാം സെൻസ് ഓർഗൻസ്. ഇതൊക്കെ നമ്മൾ ഇൻസ്പെക്ഷൻ വെച്ചിട്ട് ഒരു വ്രണം വന്നു കഴിഞ്ഞാൽ വ്രണത്തിൻ്റെ എത്ര കാലമായി വ്രണം വന്നിട്ട്, അല്ലെങ്കിൽ ആ വ്രണത്തിൻ്റെ കളറ്, അല്ലെങ്കിൽ ആ വ്രണത്തിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്ക് നോക്കിയിട്ട് ദർശനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹേതു അർത്ഥി സാത്മ്യ അഗ്നിബലം പരീക്ഷ്യം വചനാത് ബുധൈഹി. വചനം ഇൻറ്റർഗ്രേഷനിൽ കൂടി, പ്രശ്നത്തിലെ കൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ വെച്ചാൽ ഹേതു മീൻസ് അതിൻ്റെ കോസ്, അർത്ഥി പെയിന്, പിന്നെ സാത്മ്യ ആ പേഷ്യൻ്റെ സാത്മ്യങ്ങൾ, പിന്നെ അഗ്നിബലം അഗ്നി മീൻസ് ഡൈജസ്റ്റീവ് ഫയറിൻ്റെ അല്ലെങ്കിൽ അഗ്നിയുടെ അവസ്ഥ എങ്ങനെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. സ്പർശാൻ മാർദ്ദവ ശൈത്യോച്ച പരീക്ഷ സബിഡിയെ. ഇനി സ്പർശം കൊണ്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? മാർദ്ദവമാണോ, ഹാർഡാണോ, അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ, അല്ലെങ്കിൽ ശൈത്യമാണോ, ഉഷ്ണമാണോ, മീൻസ് കോൾഡാണോ, ഹോട്ടാണോ, ഇതൊക്കെ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ചക്രപാണി ദത്ത ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെയാണ് ചക്രപാണി ദത്ത, അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മുടെ പദാർത്ഥ വിജ്ഞാനത്തിൽ നമ്മൾ പഠിച്ച പ്രമാണം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പദാർത്ഥ വിജ്ഞാനം പഠിക്കുമ്പം ഇപ്പോൾ PMC ട്രോളിലൊക്കെ വന്നിട്ടില്ലേ, നിങ്ങൾ കണ്ടു കാണില്ലേ, പദാർത്ഥ വിജ്ഞാനത്തിൻ്റെ ക്ലാസ് ഇരിക്കുന്നത് എന്തൊക്കെ എടുക്കുന്നു, എങ്ങനെയോ മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ എന്തിനോ വേണ്ടി എന്തോ എടുക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടല്ലോ. സോ ഇവിടെയാണ് പദാർത്ഥ വിജ്ഞാനത്തിൽ നമ്മൾ പഠിച്ച പ്രമാണങ്ങൾ ഇവിടെയാണ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ പഠിച്ചു, നമ്മൾ പ്രമാണങ്ങളിൽ നമ്മൾ ചരകം പറയുന്ന 4 പ്രമാണങ്ങളാണ്: പ്രത്യക്ഷ, ആപ്തോദശ, അനുമാന ആൻഡ് യുക്തി. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ പ്രമാണങ്ങൾ യൂസ് ചെയ്തതെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഇന്ദ്രിയാണിച്ച യത് അഭി അതീന്ദ്രത്വാത് അനുമാന ഗമ്യാനി തഥാ അഭിഹ തഥാ അധിഷ്ഠാനാനാം ഇന്ദ്രിയ ശബ്ദേന ഉപദാനം. ഇവിടെ ഇന്ദ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സെൻസ് ഓർഗൻസ് ആണ്. ഇവിടെ നമ്മൾ നേരെ ശ്ലോകത്തിൽ ഇന്ദ്രിയ എന്ന് പറയുന്നുണ്ട്. പൊതുവെ ഇന്ദ്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസസ് ആണ്, സെൻസ് ഓർഗൻ അല്ല. സോ ഇവിടെ ഇന്ദ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇന്ദ്രിയ സെൻസ് ഓർഗനാണ്. സോ അഗ്നിശ്ച യദ്യപി അഗ്നിഞ്ചരണ ശക്തി ഇതി വചനാത് അനുമാന വിഷയ ഉക്തസ്തദാ അഭി പ്രശ്നേന അഗ്നിരവഗമ്യ ഏവേദി കൃത്വേഹ വചന പരീക്ഷണേ ഏത ഏവ ഉക്ത വന്യേഹി. ഇവിടെ നമ്മൾ അഗ്നിബലം എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ച് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ചരകൻ തന്നെ വിമാനസ്ഥാനത്ത് പറയുന്നുണ്ട് അഗ്നി മനസ്സിലാക്കേണ്ട അനുമാനം വെച്ചിട്ടാണ്. പിന്നെ അനുമാനത്തിലെ കൂടെ മനസ്സിലാക്കണം നമ്മൾ ചോദിച്ചിട്ട് എങ്ങനെ മനസ്സിലാക്കുന്നു. ഇവിടെ വ്രണത്തിൽ പറയുന്നത് ചോദിച്ച് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അഗ്നി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട അനുമാനത്തിലെ കൂടിയാണ്. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അപ്പം ഇവിടെ ആചാര്യം വ്രണത്തിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് ചോദിച്ചുകൊണ്ടും അഗ്നിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അഗ്നിയുടെ അവസ്ഥ ആ പേഷ്യൻ്റ് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ആ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മളത് അനുമാനം യൂസ് ചെയ്തിട്ട് വേണം അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ.
കാരണം ഏതൊരു പേഷ്യൻ്റ് നിങ്ങൾ ചോദിച്ചാൽ പേഷ്യൻ്റ് അഗ്നി ചോദിച്ചാൽ പേഷ്യൻ്റ് നോർമൽ എന്നേ പറയൂ, ഗുഡ് എന്നേ പറയൂ, ഒരിക്കലും കുറവെന്നോ അല്ലെ കൂടുതലെന്നോ ഒരിക്കലും കൂടുതൽ പറയത്തേ ഇല്ല. അപ്പം നമുക്ക് പക്ഷേ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. മീൻസ് നിങ്ങളുടെ അഗ്നി എന്താണെന്ന് ചോദിക്കും, നിങ്ങൾ എത്ര ഭക്ഷണം കഴിക്കും, രാവിലെ എന്തൊക്കെ കഴിക്കും, ഉച്ചയ്ക്ക് നിങ്ങൾ എന്തൊക്കെ കഴിക്കും, വൈകുന്നേരം എങ്ങനെ കഴിക്കും, ഇൻ ബിറ്റ്വീൻ നിങ്ങൾ എന്തൊക്കെ കഴിക്കുമോ, ഒരു ഫുഡ് ദഹിച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ വിശപ്പ് വരുമോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരുടെ അഗ്നി മനസ്സിലാക്കാം. അത് അനുമാനം യൂസ് ചെയ്യണം. ആദ്യം നമ്മൾ പ്രശ്നത്തിൽ ചോദിക്കണം, പിന്നെ അനുമാനം യൂസ് ചെയ്യണം. സോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ബോൾഡായിട്ട് കൊടുത്തൊരു ശ്ലോകമുണ്ട്. ദർശന ശബ്ദശ്ചാത്ര സാക്ഷാത് ഉപലബ്ധി വചന തേന വ്രണ ഗതഗന്ധേനാഭി വ്രണപരീക്ഷണം സംഗ്രഹീതം ഭവതി. ദർശനം എന്ന് വെച്ച് നമുക്ക് എന്താ പറയുക, പ്രത്യക്ഷമാണ്. കാണുക എന്ന് വെച്ചാൽ ഇൻസ്പെക്ഷൻ പ്രത്യക്ഷമാണ്. പ്രത്യക്ഷം എന്തൊക്കെയാണ്, കാണുന്ന മാത്രമല്ല പ്രത്യക്ഷം, നമ്മൾ കേൾക്കുന്ന പ്രത്യക്ഷമാണ്, നമ്മൾ സ്മെല്ല് ചെയ്യുന്ന പ്രത്യക്ഷമാണ്, നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന പ്രത്യക്ഷമാണ്, നമ്മൾ ടച്ച് ചെയ്യുന്ന പ്രത്യക്ഷമാണ്. ഇങ്ങനെ ദർശനം എന്ന് പറയുന്നത് പ്രത്യക്ഷമാണെങ്കിൽ പിന്നെ എന്തിനാണ് ആചാര്യൻ അവിടെ സ്പർശനം എന്ന് പറഞ്ഞ് മൂന്നാമതായിട്ട് പ്രത്യേകമായി തന്നിരിക്കുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്രണത്തിൽ സ്പർശനം ഇമ്പോർട്ടൻ്റ് ആണ്. സ്പർശനം എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അല്ലെ ടച്ച് എന്ന് പറയുന്ന ടാക്ടൈൽ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ടൂള് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ദർശനത്തിൽ സ്പർശം വരുമെങ്കിലും, അല്ലെ ദർശനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുണ്ട്, പ്രത്യക്ഷം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുണ്ട്. നമ്മൾക്ക് ഇതൊക്കെ വരുവാണെങ്കിലും ഇവിടെ സ്പർശം എന്ന് പറഞ്ഞിട്ടൊരു തേർഡ് വെറൈറ്റി ആയിട്ട് തന്നിരിക്കുന്നത് അതിന് ഇമ്പോർട്ടൻസ് ആണ് സൂചിപ്പിക്കുന്നത്. വ്രണത്തിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ സ്പർശനം എന്നുള്ളത് കൊണ്ട് ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. സോ ടൈപ്സ് ഓഫ് ദുഷ്ടവ്രണ: ശ്വേതോ അവസന്ന വത്മ അതിസ്ഥൂല വത്മ അതിപിഞ്ചര നീലശ്യാവോ അതിപിടകോ രക്തഃ കൃഷ്ണോ അതിപൂതക രോപ്യ കുംഭീമുഖശ്ചേത് പ്രതിഷ്ഠാ ദ്വാദശവ്രണാ ചതുർവിംശതിർദിഷ്ടാ ദോഷ കൽപ്പാന്തരേണ വൈ. ടൈപ്സ് ഓഫ് ദുഷ്ടവ്രണം എന്ന് വെച്ചാൽ 12 ടൈപ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകത്തിന് നമുക്ക് രണ്ട് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒന്ന് ടൈപ്സ് ഓഫ് ദുഷ്ടവ്രണം എന്ന് പറയാം, അല്ലെങ്കിൽ ദുഷ്ടവ്രണത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ദുഷ്ടവ്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ വിഷമജ്വരം എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ ജ്വരത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് മീൻസ് ആമജ്വരം അല്ലെങ്കിൽ നിരാമജ്വരം അല്ലെങ്കിൽ വിഷമജ്വരം മീൻസ് പ്രോഗ്രസീവായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമ്പം, അതായത് സിമ്പിളായിട്ടുള്ള ജ്വരമല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ജ്വരം ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് ദുഷ്ടവ്രണം എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്രണത്തിനെയാണ് ദുഷ്ടവ്രണം എന്ന് പറയുക. കാരണം അവിടെ ദോഷദൂഷ്യ സമൂർച്ചകൾ സംഭവിച്ച് ഒരു എക്സാക്റ്റ് ആയിട്ടൊരു പാത്തോളജി അല്ലെങ്കിൽ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊരു പാത്തോളജി ഉള്ളതിനെയാണ് നമ്മൾ ദുഷ്ടവ്രണം എന്ന് പറയുക. അങ്ങനെ ദുഷ്ടവ്രണങ്ങൾ 12 അല്ലെങ്കിൽ 12 ടൈപ്സ് ഉണ്ടെന്നാണ് ആചാര്യം പറയുന്നത്. ദാറ്റ് ഈസ് ശ്വേത വൈറ്റ്, അവസന്ന വത്മത്വ വിത്ത് ഡിപ്രസ്ഡ് മാർജിൻസ്, അതിസ്ഥൂല വത്മത്വ വെരി തിക്ക് മാർജിൻസ്, അതിപിഞ്ചരത്വ മച്ച് ഗ്രേഷ്, നീലത്വ ബ്ലൂ, ശാവത്വ ബ്ലാക്കിഷ്, അതിപിടകത്വ അപ്പിയറൻസ് ഓഫ് ഇറപ്ഷൻ ഇൻ എക്സസ് അറൌണ്ട് ദ അൾസേഴ്സ്, രക്ത റെഡിഷ്, കൃഷ്ണത്വ ബ്ലാക്കിഷ്, അതിപൂതത്വ എക്സസീവ് പ്യൂട്രിഫിക്കേഷൻ ഓഫ് ദ അൾസർ, രോപ്യത്വ റിക്കറൻസ് ഓഫ് അൾസർ. മീൻസ് റിക്കറൻസ് ഓഫ് അൾസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടവ്രണം, ഒരു വ്രണം ചികിത്സിച്ച് മാറിയ ശേഷം അത് വീണ്ടും വരിക. നമ്മൾ പുനരാവർത്തക ജ്വരം എന്നൊക്കെ പഠിച്ചില്ലേ, അതുപോലെയാണ് ഇവിടെ രോപ്യത്വം എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് സുശ്രുതൻ ചരകൻ ജ്വരത്തിനെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ ആത്രേയ മതക്കാർ ജ്വരത്തിനെ ബേസാക്കി വെച്ചിട്ട് ചികിത്സ പറയുമ്പം ധന്വന്തര മതക്കാർ അല്ലെങ്കിൽ അത് സുശ്രുതൻ വ്രണത്തിനെയാണ് അടിസ്ഥാനമാക്കുന്നത് എല്ലാത്തിനെയും. അതുകൊണ്ട് നമുക്ക് ജ്വരം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ജ്വരത്തിൽ കാണുന്ന എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് വ്രണത്തിൽ കാണാൻ പറ്റും സുശ്രുതം വായിക്കുമ്പം. കുംഭീമുഖത്വ നാരോ ഓപ്പണിംഗ് വിത്ത് എൻ എക്സ്പാൻഡഡ് ബേസ് ലൈക്ക് എ ജാർ. സോ ഈ പഠിച്ച സാധനങ്ങളൊക്കെ ഇതുവരെ പഠിച്ച എല്ലാ ടൈപ്സ് ഓഫ് ദുഷ്ടവ്രണായാലും അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ ആയാലും ടൈപ്സ് ഓഫ് വ്രണ ആയാലും ഒക്കെ മീനിങ് മാത്രമേ ആവശ്യമുള്ളൂ, ശ്ലോകത്തിൻ്റെ ആവശ്യമില്ല. ബട്ട് സീഡ്സ് ഓഫ് വ്രണ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്ലോകം യു ഹാവ് ടു സ്റ്റഡി ശ്ലോക. സീഡ്സ് ഓഫ് വ്രണ ദാറ്റ് ഈസ് ത്വക് സ്ഥിര മാംസമേതോ അസ്ഥി സ്നായു മർമ്മ അന്തരാശ്രയ വ്രണസ്ഥാനാനി നിർദ്ദിഷ്ടാനി അഷ്ട ഏതാനി സംഗ്രഹേ. ദാറ്റ് ഈസ് ഇതിലത്ത് ത്വക്ക് സിര മാംസ മേധോ അസ്ഥി മർമ്മ ആൻഡ് സ്നായു അന്തരാശ്രയ 8 സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാനിവിടെ 7 തന്നുള്ളൂ, 8 ഉണ്ട്. അതൊന്നും സ്നായു ആണ്, അത് മിസ്സായിപ്പോയി. സ്നായു ദാറ്റ് ഈസ് ത്വകാശ്രയ, സിരാശ്രയ, മാംസാശ്രയ, മേധോ ആശ്രയ, അസ്ഥി ആശ്രയ, സ്നായു ആശ്രയ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അന്തരാശ്രയ. അന്തരാശ്രയ മീൻസ് ചക്രപാണി കമൻട്രി പറഞ്ഞു അന്തരാശ്രയ കോഷ്ടത്തിനെയാണ് അന്തരാശ്രയം എന്ന് പറയുക. സോ ഇത്ര 8 സ്ഥാനങ്ങളാണ് നമുക്ക് വ്രണം കോമൺലി കാണാൻ പറ്റുക. സോ ഈ ശ്ലോകം നിങ്ങൾ മസ്റ്റായി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ശ്ലോകം. ദെൻ സ്പെസിഫിക് ഓർഡേഴ്സ് ഓഫ് വ്രണ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു സ്റ്റഡി ദിസ് ശ്ലോക ഓൾസോ. സർപ്പിസ്തൈല വസ പൂയ രക്ത ശ്യാവ അമ്ലപൂതികാഹ വ്രണാനാം വ്രണഗന്ധജ്ഞേ അഷ്ടോഗന്ധ പ്രകീർത്തിതാഹ. സർപ്പിയുടെ സ്മെല്ലുണ്ടാവും, തിലത്തിൻ്റെ ഗീയുടെ സ്മെല്ലുണ്ടാവും. സർപ്പി
തൈലത്തിൻ്റെ സ്മെല്ലുണ്ടാവും. വസ മീൻസ് വസയുടെ സ്മെല്ലുണ്ടാവും. പൂയ മീൻസ് പസ്സിൻ്റെ സ്മെൽ, പസ് ഒരു പ്യൂട്രിഫൈഡ് സ്മെല്ലുണ്ടാവും. രക്തത്തിൻ്റെ സ്മെല്ലുണ്ടാവും. ശ്യാവ മീൻസ് ഇവിടെ ശ്യാവഗന്ധം എന്ന് പറയുന്നത് ചക്രപാണി പറയുന്നത് ശ്യാവഗന്ധം ദദ്യാത് താമ്ര ഗൃഷ്ട സമാനം ഗന്ധമാഹു. ദതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേട് കോപ്പറിലേക്ക് ഉടച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്മെല്ല്, അല്ലെങ്കിൽ ഒരു കോപ്പർ ഗ്ലാസ്സിൽ നമ്മൾ കേട് ഒഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്മെല്ല്, അതുപോലത്തെ സ്മെല്ലാണ് ശ്യാവെന്നുകൊണ്ട് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. അമ്ല എന്ന് വെച്ചാൽ പൊതുവേ സോറായിട്ടുള്ള ഈ ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ പോലെ അതിൻ്റെ ഒരു സ്മെല്ലില്ലേ, സബ്സ്റ്റൻസിൻ്റെ സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ല്. പൂതി എന്ന് വെച്ചാൽ ബാഡ് സ്മെൽ, ബാഡ് ഓർഡർ. നമുക്ക് എന്താ പറയുക, ഒരു വേസ്റ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ വേസ്റ്റിൻ്റെ വണ്ടി പോകുമ്പോൾ ആ സ്മെല്ല്, അതുപോലെ ഒരു ബാഡ് സ്മെല്ല്, ഒരു ഫൗൾ സ്മെല്ലിനെയാണ് നമ്മൾ പൂതി എന്ന് പറയാം. സോ ഇവിടെ ശ്യാവെന്നുകൊണ്ട് മനുഷ്യ ശ്യാവഗന്ധം ദദ്യാത് താമ്ര ഗൃഷ്ട സമാനം ഗന്ധമാഹു. താമ്രം കോപ്പറിൻ്റെ കൂടെ, അല്ലെങ്കിൽ കോപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ കോപ്പറിൻ്റെ മേലെ നമ്മൾ ദതി ഒഴിച്ചിട്ട് ഉരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്മെല്ലിനെയാണ് നമ്മൾ ശ്യാവെന്ന് പറയുക. കേജിത് ശാവം ഇതി പടന്തി, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നു കേജിത് ശാവം ഇതി പടന്തി, കേജിത്തു ശാവം ഇതി പടന്തി ശവസ്യ ഗന്ധ ശാവഹ. ചില ആൾക്കാർ പറയുന്നു ഈ സ്മെല്ലല്ല, ശാവം കൊണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് ശാവമാണ്. ശാവം മീൻസ് ശവം മീൻസ് ഡെഡ് ബോഡിയുടെ സ്മെല്ലാണ് എന്ന് പറയുന്നു. സോ അതിന് ഇവിടെ ശാവം കൊണ്ട് രണ്ട് മീനിങ് ആണ് പറയുന്നത്. ഒന്ന്, കോപ്പറിൽ കേട് ഉടച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്മെല്ലിനെയാണ് നമ്മൾ ശാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെഡ് ബോഡി. ശാവം മീൻസ് ശവം മീൻസ് ശവത്തിൻ്റെ സ്മെല്ല്, ഡെഡ് ബോഡിയുടെ സ്മെല്ലാണെന്ന് പറയുന്നു. സോ ഇത്രയാണ് നമുക്ക് വ്രണത്തിനെ കുറിച്ച് ഇപ്പോൾ പഠിക്കാനുള്ളത്. ഇതിൽ 2 ശ്ലോകമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് സ്പെസിഫിക് ഓർഡേഴ്സ് ഓഫ് വ്രണ ആൻഡ് സീഡ്സ് ഓഫ് വ്രണ. ഈ സീഡ്സ് ഓഫ് വ്രണ 8 ഉണ്ട്. 1 സ്നായു, ഐ ഹാവ് മിസ്ഡ് സ്നായു, സോ യു ഹാവ് ടു ആഡ് സ്നായു. സോ താങ്ക് യു.